ദേവിയെ എടുക്കണോ? അല്ല, അവളെന്തിനാ ഇപ്പൊ നിന്നെ വിളിക്കുന്നത്? ആ, ആർക്കറിയാം. ആ, എടുക്ക്. എന്താ കാര്യമെന്നറിയാലോ. എന്ത് വേണം? എനിക്കൊന്ന് കാണണം. എനിക്കാരെയും കാണണ്ട, പ്രത്യേകിച്ച് നിന്നെ. കണ്ടേ പറ്റൂ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണം ചന്ദ്ര. ഞാൻ പറയുന്നിടത്ത് നീ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ നീ ഉള്ളിടത്തേക്ക് ഞാൻ വരും. ഭീഷണിയാണോ? നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇത് നിന്നെയും കൂടി ബാധിക്കുന്ന വിഷയം. ഞാൻ പറയാൻ പോകുന്നത് നീ കേട്ടേ പറ്റൂ. ഫോണിൽ പറഞ്ഞാൽ മതി. പോരാ, നേരിട്ട് കാണണം. ഉടനെ വേണം. കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. വരേണ്ട സ്ഥലവും സമയവും ഞാൻ മെസ്സേജ് ചെയ്യാം. അതനുസരിച്ച് വന്നാൽ മതി. എന്താ മോളെ? കാണണമെന്ന് അത്യാവശ്യമാണത്രേ. എന്തിനാ അവളെ നിന്നെ കാണുന്നത്? ഉപദ്രവിക്കാനായിരിക്കോ? അല്ല, കാണാൻ വരുന്നത് അവളാവുമ്പോ എന്തും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. എന്തൊക്കെയോ വിവരങ്ങൾ അറിയിക്കാനുണ്ടെന്നാ അവളെന്നോട് പറഞ്ഞത്. അത് നുണയാവാനാ സാധ്യത. വേറെ എന്തോ ആണ് കാര്യം. അതെന്താണെന്ന് അറിയണമെങ്കിൽ പോയി കണ്ടേ പറ്റൂ. സൂക്ഷിക്കണേ, അവളാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ. പേടിച്ചോടുന്നത് ബുദ്ധിയല്ല. തന്നെയുമല്ല, രണ്ടും കൽപ്പിച്ച മട്ടിൽ അവൾ എന്നോട് മിണ്ടിയത്. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരും. അതെനിക്ക് നാണക്കേടാ. ഒരു കാര്യം ചെയ്താലോ? അച്ഛനോടും അമൃതേട്ടനോടും ചോദിച്ചാലോ? അവരെന്ത് പറയുന്നു നോക്കാം. എന്നിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. അത് മതിയല്ലേ? അതാ നല്ലത്. ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടൊടുവിലേ വല്ലത് സംഭവിച്ചാ എന്തുകൊണ്ടത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ ആർക്കും ഒരു അവസരവും കൊടുക്കരുതല്ലോ. അതിനുമുമ്പ് പറയുന്നതല്ലേ നല്ലത്. ശരി, ചേച്ചിയമ്മയുടെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അച്ഛാ, അച്ഛാ, അച്ഛാ.